ആന എഴുന്നള്ളിപ്പിൽ മാർഗരേഖയുമായി ഹൈക്കോടതി. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നും 2 എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കോടതിയുടെ നിർദ്ദേശം. അർച്ചന ചേരുന്നു. വിവരങ്ങൾ നൽകാൻ അർച്ചന, ആന എഴുന്നള്ളിപ്പിൽ മുൻപ് തന്നെ കോടതി രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്? അഷിത, ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പിന്നാലെയാണ് ഇത്തരത്തിൽ മതപരമായ ചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കും മാത്രമേ ആനകളെ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം വെച്ചത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മാർഗ നിർദ്ദേശവുമായി കോടതി എത്തിയിരിക്കുന്നത്. പ്രധാനമായും ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഫിറ്റ്നസ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ ഈ സംഘാടകർ ഉറപ്പാക്കണമെന്നാണ്. മാത്രമല്ല, ജില്ലാതല അനുമതി, എല്ലാ എഴുന്നള്ളത്തിനും ജില്ലാതല അനുമതി വേണമെന്നും ഈ മാർഗരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, 3 മണിക്കൂറിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും വെച്ചിരിക്കുന്നത്. അതുപോലെ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം. ആനയും തീം സംബന്ധമായ കാര്യങ്ങളും തമ്മിൽ 5 മീറ്റർ ദൂരപരിധി, ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണം. അതുപോലെ ബാരിക്കേഡ് സംവിധാനം ഉണ്ടാക്കണം. മാത്രമല്ല, ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത എഴുന്നള്ളിപ്പുകൾക്ക് ജില്ലാതല അനുമതി നൽകരുത് തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ആനകളെ പൊതുനിരത്തിൽ കൂടി കൊണ്ടുപോകരുത്. രാത്രി 10 മുതൽ രാവിലെ 4 മണി വരെ ആനയെ യാത്ര ചെയ്യിക്കരുത്. രാത്രിയിൽ ശരിയായ വിശ്രമം ഉറപ്പാക്കണം തുടങ്ങിയതാണ് പ്രധാനമായും ഇതിൽ പറയുന്നത്. മാത്രമല്ല, ദിവസം 6 മണിക്കൂറിൽ കൂടുതൽ വാഹനത്തിൽ ആനയെ കൊണ്ടുപോകരുത്. ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ വേഗത 25 കിലോമീറ്റർ താഴെയാകണം. അതുപോലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് എലിഫന്റ് കോഡ് എന്ന പേരിൽ ആളുകളെ നിയോഗിക്കരുതെന്ന് ഹൈക്കോടതി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വങ്ങൾക്കാണ് ഇതിൽ നിർദ്ദേശം. ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാവിലെ ശരി, അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ആന എഴുന്നള്ളിപ്പിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഹൈക്കോടതി.